ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഇത് കാണുമ്പോ എനിക്കെന്ത് വിഷമമുണ്ടെന്നറിയൂ. നിധി മുറിയിൽ തനിച്ചല്ലേ? ചെല്ലേ, ചെന്ന് നിധിമോളെ പോയി ആശ്വസിപ്പിക്ക്. ധൈര്യം കൊടുക്ക്. അതാ ഇപ്പൊ ചെയ്യേണ്ടത്. സത്യം പറഞ്ഞ എനിക്കിപ്പോ നിധിയുടെ മുഖത്ത് നോക്കാൻ പോലും പേടിയാ. ആ സങ്കടം കാണാൻ വയ്യ എനിക്ക്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിയന്ത്രണം വിട്ടുപോകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിധിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവൂന്ന്. ആ വിഷമം ഗൗതമിന്റെ സങ്കടം കണ്ടാൽ ഇരട്ടിക്കും. അതുകൊണ്ട് അവളുടെ മുമ്പില് ഒരിക്കലും കരയരുത്. എന്നാലും എന്റെ നിധിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ നിർമ്മലാമ്മേ. ആ വിധിയിൽ എനിക്കിപ്പോഴും വിശ്വാസമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചു നോക്കിയാലോ? വേണ്ട. ഇനിയും അടുത്ത ഡോക്ടറെ കാണാൻ പോയി അവിടെ നിന്ന് നിധിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ല എന്നൊരു മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ അത് നിധിയെ കൂടുതൽ വിഷമിപ്പിക്കത്തല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ ഒന്നും പറയണ്ട. നീ പോയി ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് വന്നേ. നോക്ക് മോനെ, ഇപ്പോ നിധിക്ക് ചികിത്സ വേണ്ടത് ശരീരത്തിനല്ല, മനസ്സിനാ. ഏറ്റവും നല്ല മരുന്ന് നീ തന്നെയാ.